മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് എന്താണ്? പ്രളയകാലമാണല്ലേ. ഓരോ ജീവനും കയ്യിൽ പിടിച്ചൊരു ഓട്ടമുണ്ടായിരുന്നു അവർ. അതൊന്നും കേരളവും നമ്മുടെ സർക്കാരും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാർ കൂടെ ഇല്ലാതിരിക്കുമോ? ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം പഴയതിലും ഊർജിതമാക്കിയിരിക്കുകയാണ്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചും കഴിഞ്ഞു. ട്രോളിംഗ് നിരോധന സമയത്ത് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിംഗിനുമായി 9 തീരദേശ ജില്ലകളിലെ 19 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. കൂടാതെ വിഴിഞ്ഞം, വൈപ്പിൻ, ബേപ്പൂർ എന്നീ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 3 മറൈൻ ആംബുലൻസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ട്രോൾ ബാൻ കാലയളവിൽ ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയ 76 മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ സുരക്ഷാ സേനാംഗങ്ങളായി രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി 9 മറൈൻ ജില്ലകളിലായി നിയോഗിക്കും. ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗം വിളിച്ചുകൂടി ജില്ലാതലത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശവുമുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകണമെന്നതിലും സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബർ ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനകൾക്ക് തുറന്നുകൊടുത്തിരുന്നു. അത് ഈ വർഷവും തുടരും. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ അടച്ചുപൂട്ടും. എന്നാൽ ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ അതത് ജില്ലകളിലെ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബാങ്കുകൾക്ക് നിബന്ധന വിധേയമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യും. കടൽ സുരക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി കടലിൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബയോമെട്രിക് ID കാർഡ്, ആധാർ കാർഡ്, ലൈഫ് ജാക്കറ്റ് എന്നിവ കരുതിയിട്ടുമുണ്ട് എന്ന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും കർശനമാക്കിയിരിക്കുകയാണ്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിൽ സർക്കാർ നടത്തുന്ന ഇടപെടൽ എത്ര ഗൗരവമേറിയതാണെന്നതിന്റെ യഥാർത്ഥ ചിത്രം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ഈ പിന്തുണ.